ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പും സ്കേർട്ടും എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിതിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചതാണ് കേട്ടോ. അംബർല സ്കേർട്ടും അതുപോലെ തന്നെ പഫ് സ്ലീവ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓർഗൻസയുടെ ഫാബ്രിക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്കേർട്ടിൻ്റെ ഒരു ഭാഗം വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാനത് 1.5 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ നിറയെ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സിൽക്ക് ത്രെഡിൻ്റെ ഒരു വർക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ടോപ്പിന് വേണ്ടിയിട്ട് ഓർഗൻസ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഷോളായിരുന്നു കേട്ടോ. അപ്പോൾ ഷോൾ ഞാനിതുവരെ ഉപയോഗിക്കാത്തൊരു ഷോളായിരുന്നു. ഈ ഒരു ഷോളിൻ്റെ 2 സൈഡിലും കസവിൻ്റെ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം സ്കേർട്ടിൻ്റെ താഴേക്ക് ആ ലൈന് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗൻസയുടെ പ്രിൻറ്റ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഫ് സ്ലീവ്സ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തിന് 2ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഡിൽ ഭാഗം ഞാൻ ഇതുപോലെ അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ 15 ഇഞ്ചാണ് എനിക്കിവിടെ ഈ ഒരു ഭാഗം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കസവിലൊന്നും കൊള്ളാതെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ലെങ്ത്തിലുള്ള ഒരു പീസാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാനിനി 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ നമുക്കിനി മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അധികം ഇറക്കമില്ലാത്തൊരു ടോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് 6 ഇഞ്ചസാണ്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കുന്നത് 6 ഇഞ്ചസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി വരച്ചിട്ട് ഇതുപോലെ ആം ഹോളിൻ്റെ കർവും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് 7.5 ഇഞ്ചസാണ്. സീം അലവൻസിന് കൂട്ടിയിട്ട് 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു നൈസായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. നമ്മൾ കയ്യിൽ പിടിച്ചാലൊന്നും ഒതുങ്ങാത്തൊരു ടൈപ്പ് ക്ലോത്തായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലൈനിങ്ങിൻ്റെ പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവ്സാണ്. അപ്പോൾ സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗം 2 സൈഡിലും ഇത്ര വീതിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ 2 സൈഡിലും ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെയാണ് നമുക്ക് സ്ലീവ്സിന് വേണ്ടി മാർക്ക് ചെയ്താനുള്ളത്. സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 8 ഇഞ്ചസാണ് കേട്ടോ. അപ്പം ഞാനതിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വിഡ്ത്തായിട്ട് 8 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ സൈഡിൽ വരുന്ന കസവിൽ കൊള്ളാതെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാനൊരു 2.5 ഇഞ്ച് താഴോട്ട് ഒന്ന് വരച്ചിട്ട് അവിടേക്കാണ് ഈ ഒരു കർവ്, ആം ഹോളിൻ്റെ ഒരു കർവ് ഉണ്ടല്ലോ, അത് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. താഴെ ഞാനൊരു 6 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ സ്ലീവ്സ് ആയിട്ടപ്പം ഇനി നമുക്കിതിനെ പഫ് സ്ലീവ്സ് ആക്കി മാറ്റണം. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഒരു മിഡിൽ ഭാഗമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ പഫിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തില്ലേ, അത്രയും ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് രൂപത്തിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് രൂപത്തിന് വരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു കർവ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കർവിൽ ആ ഒരു ഭാഗം വരച്ചെടുത്തിട്ട് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അങ്ങോട്ട് മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെയാണ് പഫ് സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തെടുത്തൊരു ഭാഗം ഉണ്ടല്ലോ, അത്രയും ഭാഗം നമുക്ക് പഫിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഒരു പീസിനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ലീവ്സിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ സ്ലീവ്സ് കിട്ടിയിട്ടുള്ളത്. അത്രയും ആ ഹൈറ്റിൽ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് പഫിന് വേണ്ടിയിട്ട് നമ്മൾ മടക്കി തയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 4.5 ഇഞ്ചസാണ്, അതും കൂടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതിനെ ഒരു ബോക്സ് രൂപത്തിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ നെക്കിൻ്റെ പാറ്റേൺ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാം കേട്ടോ.
ഇതുപോലെ കർവിൽ വരച്ചെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഇറക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഞാൻ നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ള നെക്ക് ഡിസൈൻ. ഈ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, ഓർഗൻസ, അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ലൈനിങ്ങിനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് 2-3 സൈഡിൽ ഞാനിതുപോലെ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമുക്കൊന്ന് പിടിച്ചാൽ ഒതുങ്ങാത്തൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ഓർഗൻസ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ പിൻ ചെയ്തിട്ട് ആ നെക്കിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്രോസ് കട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ ഭാഗത്തും കൂടെ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ടൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ത്രെഡിലൊന്നും കൊള്ളാതെ തന്നെ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കുത്തി വെച്ചിട്ടുള്ള പിന്നിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു നെക്ക് പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ നിന്നോളും. ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബാക്ക് പാർട്ടും കൂടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കേട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലീവ്സിനെ എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ആ ഒരു ഭാഗത്ത് എത്ര പ്ലീറ്റ്സ് പോകുമോ അത്രയും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഏത് ഭാഗത്തേക്കാണോ പ്ലീറ്റ്സ് ഇട്ടിരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് അത്രയും ഭാഗം കൂടെ ഞാൻ ഈ ഒരു സൈഡും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ലീവ്സാണ് കേട്ടോ ഇത്. നല്ല പഫ് സ്ലീവ്സ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ 2 ഷോൾഡറിൻ്റെ ഭാഗത്തും ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഇനി ആം ഹോളുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇനി നമുക്ക് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗം ആ ഷോൾഡറിൻ്റെ ഒരു ഭാഗം കൂടിയും വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ മറ്റേ സൈഡൊക്കെ ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഓണം ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്കേർട്ടിനെ ഞാൻ അംബ്രല്ല സ്കേർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷോളിൻ്റെ സൈഡിൽ ഉണ്ടായിട്ടുള്ള ഒരു കസവുണ്ടല്ലോ, അതിൻ്റെ താഴെ ഭാഗത്തും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.